എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 18th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു നിർത്തിയിരുന്നു. അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് തുടങ്ങാം. വേറെ നമ്മൾ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, നേരെ ക്വസ്റ്റ്യൻസിനകത്തേക്ക് കിടക്കുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം പറയുന്നു, നിങ്ങൾ നന്നായിട്ട് ഇതിനു മുമ്പുള്ള ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാകാതെ വരുമ്പോൾ നമുക്ക് ഒരു വിഷമമാകും. പിന്നീട് ഈ ചാപ്റ്റർ പാടാണെന്നും വളരെ ബുദ്ധിമുട്ടാണ്, നമുക്കിത് ചെയ്യാൻ പാടാണെന്ന് തോന്നിപ്പോൾ അതുകൊണ്ട് തിയറി പാർട്ട് നന്നായിട്ട് പഠിക്കുക, ജനറൽ ഇക്വേഷൻസ് പഠിക്കുക, അതിനുശേഷം ഇത് കാണുക. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് കാണണം. ഇതിന്റെയും ഫസ്റ്റ് പാർട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റിനെയും ഫസ്റ്റ് പാർട്ടുണ്ട് 18th ക്വസ്റ്റ്യൻ വരെ. അതും കണ്ടതിന് ശേഷമേ ഇത് കാണാവുള്ളൂ. കാരണം അവിടെ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. എന്താ 19th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക? A 10 microfarad capacitor is fully charged to a potential difference of 50 volt after removing the source. അപ്പോൾ നമ്മൾ ആദ്യമേ എഴുതുക, ഇവിടെ ഒരു കപ്പാസിറ്റർ ഇരിക്കുന്നു, ഇവന്റെ വോൾട്ടേജ് കപ്പാസിറ്റി C1 is equal to 10 micro ആണ്. 10 micro. അവന്റെ വോൾട്ടേജ് V1 is equal to 50 volt ആണ്. After removing the source voltage, it is connected to an uncharged കപ്പാസിറ്റർ ഇൻ പാരലൽ. വേറൊരു അൺചാർജ്ഡ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി പറയുന്നില്ല, അറിഞ്ഞൂടാ. പക്ഷെ ഇവന്റെ വോൾട്ടേജ് പറയുന്നുണ്ട് 0 ആണ്. Now the potential difference across them becomes 20 volt. അതായത് ഇവർ രണ്ടുപേരെയും കൂടി നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കോമൺ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നു. കോമൺ പൊട്ടൻഷ്യൽ ബിക്കംസ് 20 ആയിട്ട് മാറി. അപ്പോൾ ഇവന്റെ കപ്പാസിറ്റി മാറ്റമില്ല, 10 മൈക്രോ. ഇവന്റെ കപ്പാസിറ്റി നമുക്കറിയില്ല, കണ്ടുപിടിക്കേണ്ടത് ഇവന്റെ കപ്പാസിറ്റിയാണ്. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉടനെ എഴുതുക, കോമൺ പൊട്ടൻഷ്യൽ V is equal to C1 V1 plus C2 V2 divided by C1 plus C2. എപ്പോഴും നമ്മൾ ഈ ആൻസറുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവും. അപ്പൊ ഇത് നമ്മൾ ആ എഴുതുന്ന സമയത്ത് പറഞ്ഞ് നമുക്കങ്ങ് നന്നായിട്ട് ബൈ ഹാർട്ട് ആവും. എനർജി ഡിഫറൻസ് എത്ര എന്ന് ചോദിച്ചാൽ ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 plus C2 into V1 minus V2 the whole square എന്ന് എഴുതണം, പറഞ്ഞുകൊണ്ട് എഴുതണം. എഴുതിയിട്ട് അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ബൈ ഹാർട്ട് ആവും, പിന്നെ വിഷയം വരില്ല. അപ്പോൾ ഇവിടെ C1 എത്രയാണ്? C1 is equal to 10 മൈക്രോ ഇൻറ്റു V1 എത്രയാണ്? 50. C2 എത്രയാണ്? അറിഞ്ഞൂടാ, അവന്റെ വോൾട്ടേജ് 0 ഡിവൈഡഡ് ബൈ 10 മൈക്രോ പ്ലസ് C is equal to 20. C2 നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 200 മൈക്രോ പ്ലസ് 20 മൈക്രോ 20 C2 is equal to 500 micro. Therefore 20 C2 is equal to 300 micro. That is C2 is equal to 15 micro. That is answer. C2 is equal to 15 microfarad. പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 20. A capacitor C is fully charged with a voltage V0. After disconnecting the voltage source, it is connected in parallel with another uncharged capacitor of capacity C by 2. അപ്പോൾ ഇവന്റെ കപ്പാസിറ്റി, ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി C, അവന്റെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V0. രണ്ടാമത്തവന്റെ കപ്പാസിറ്റി C by 2, അവന് വോൾട്ടേജ് ഇല്ല, V is equal to 0. Okay, uncharged ആണ്. The energy loss in the process after charged, energy loss ഇപ്പൊ നമ്മൾ പറഞ്ഞ energy loss delta U is equal to half into C1 C2 divided by C1 plus C2 into V1 minus V2 the whole square. ഇങ്ങനെ പറഞ്ഞു വേണേ നിങ്ങൾ തുടക്കത്തിലൊക്കെ എഴുതി പഠിക്കുന്ന, ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ട് ആകും. പണ്ടത്തെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാതെ നമ്മൾ കുറെ അടിമേടിച്ചിട്ടുള്ളതാണ്. ടീച്ചർമാരുടെ ഇരുന്നും വീട്ടുകാരുടെ ഇരുന്നും എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. പക്ഷെ നമ്മളൊന്ന് വിചാരിച്ചു ഇത് വലിയ പാട്, പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇത് എത്താം. ഓർക്ക് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു C into C by 2 divided by C plus C by 2 into V0 minus 0 the whole square. That it is equal to C into C square divided by 2 into ഇതെടുക്കുമ്പോൾ 3C divided by 2. 2 ക്യാൻസൽ ആയിപ്പോയി, ഒരു സിയും കൂടെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെ V0 square. Therefore answer is equal to C V0 square divided by 6. That is the answer. C V0 square divided by 6. ഇതാണ് അതിന്റെ ആൻസർ. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടം വരെ മനസ്സിലായാൽ പിന്നെ ബാക്കി നിങ്ങളുടെ കയ്യിൽ, ഞാൻ പറയുന്നില്ല.
അടുത്തത് question number 21. The first question പറയുന്നതാണ് in the circuit shown in the figure the total charge is 750 microcoulomb and the voltage across the capacitor C2 is equal to 20 volt. In the then the charge on C2 അതായത് ഇവന് കിട്ടുന്ന വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ ഇവന് കിട്ടുന്ന വോൾട്ടേജും 20 വോൾട്ട്. അല്ല സംശയമൊന്നുമില്ല. ഈവൻ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ചാർജ് 750 മൈക്രോ കൂളംബ് ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടേണ്ട ചാർജും 750 മൈക്രോ ആണ്. അതായത് ഇങ്ങനെ വരും. ഈ രണ്ടും കൂടി എഫക്റ്റീവ് C2 പ്ലസ് 8 വരും. അപ്പൊ ഇത് 8 മൈക്രോ, ഇത് 15 മൈക്രോ, സീരീസ് കോമ്പിനേഷൻ. ഇവന് 750 മൈക്രോ ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടുന്ന 750 മൈക്രോ ആയിരിക്കും. അതിനകത്ത് ഇവന് കിട്ടുന്ന ചാർജ് എത്ര? രണ്ടുപേർക്കും കൂടെ കിട്ടുന്ന ചാർജ് 750യിൽ ഇവന് കിട്ടുന്ന ചാർജ് എത്രയാണ്? ചാർജ് അക്രോസ് C3 കിട്ടുന്ന ചാർജ് വോൾട്ടേജ് ദാറ്റ് ഈസ് 20 into 8 മൈക്രോ ദാറ്റ് ഈസ് ഈക്വൽ ടു 160 മൈക്രോ കൂളംബ്. ടോട്ടൽ രണ്ടുപേർക്കും കൂടെ 750, അതിനകത്ത് ഇവന് കിട്ടുന്ന 160 ആണെങ്കിൽ ചാർജ് അക്രോസ് C2 ഈസ് ഈക്വൽ ടു 750 micro minus 160 micro. That is, it is equal to 590 micro. That is, it is equal to 590 micro coulomb. This is the answer. മനസ്സിലായ കൺസെപ്റ്റ് പിടിയിട്ടില്ല. ഇവന്റെ ചാർജ് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടേണ്ട സെയിം ചാർജ്. ഇവന് 20 വോൾട്ട് ആണെങ്കിൽ ഇവന് കിട്ടുന്നത് 20 വോൾട്ട്. അപ്പോൾ ഇവന്റെ ചാർജ് കിട്ടി 160. രണ്ടുപേർക്കും കൂടെ 750യിൽ 160 ഇവന് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവന് കിട്ടുന്നത് 590. That is answer. ഇനി കപ്പാസിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? C2ന്റെ വാല്യൂ നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ then the charge on the capacitor ആണ് ക്വസ്റ്റ്യൻ. C2 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇവന്റെ ചാർജും അറിയാം വോൾട്ടേജും അറിയാം. ദാറ്റ് ഈസ് ചാർജ് Q ഈസ് ഈക്വൽ ടു CV. ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. ചാർജ് ഈസ് ഈക്വൽ ടു 590 മൈക്രോ ഈസ് ഈക്വൽ ടു C into 20. Therefore C is equal to 590 divided by 20 micro. That is, it is equal to 59 divided by 2. That is equal to 29.5 microfarad. This is the answer. അതും കണ്ടുപിടിക്കാം. അവന്റെ കപ്പാസിറ്റി വേണമെങ്കിലും കണ്ടുപിടിക്കാം, ഓർത്തിരിക്കാം. അടുത്തത് question number 22. Effective capacitance of parallel combination of two capacitors C1 and C2 is equal to 10 micro. When these capacitors are individually connected to a voltage source of 1 volt, the energy stored in the capacitor is C2 is 4 times that. അതായത് രണ്ട് കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. C1നെയും C2നെയും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റി C1 പ്ലസ് C2 ഈസ് ഈക്വൽ ടു 10 മൈക്രോ ആണ്. ഇനി രണ്ടുപേരെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് C1നെ കണക്ട് ചെയ്തു. ആ സെയിം വോൾട്ടേജ് സോഴ്സുമായിട്ട് നമ്മൾ C2നെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനർജി സ്റ്റോറിന് ഇവിടെ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കും? U ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ ഉപയോഗിക്കുക. Therefore, U1 divided by U2 is equal to 1:4. That is equal to C1 divided by C2 is equal to 1:4. കാരണം രണ്ടുപേരുടെയും V സെയിം ആണ്, ഹാഫ് സെയിം ആണ്. Therefore, here C1 divided by C2 is equal to 1/4. C1 plus C2 is equal to എത്രയാണ്? 10 മൈക്രോ. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നിന്ന് C1ന്റെ വാല്യൂ എടുത്ത് അല്ലെങ്കിൽ C2ന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് C1 plus C2 is equal to 4C1 is equal to 10 micro. Therefore, C1 is equal to 2 micro. C1ന്റെ വാല്യൂ 2 മൈക്രോ ആണെങ്കിൽ C2ന്റെ വാല്യൂ എത്രയായിരിക്കണം? 8 മൈക്രോ. കാരണം രണ്ടും കൂടെ കൂട്ടിയാൽ 10. ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് എനർജി സ്റ്റോർഡിന്റെ റേഷ്യോ ഹാഫ് Q2/C എടുക്കരുത്, ഹാഫ് CV സ്ക്വയർ എടുക്കുക. അവിടെ ഹാഫും Bയും സെയിം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C. Therefore, U1/U2 is equal to C1 divided by C2. അതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. A 60 picofarad capacitor is fully charged by a 20 volt supply. It is then disconnected from the battery. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ആയി, ഓർത്തോണേ. ഒരു 60 പൈക്കോ, ദാറ്റ് ഈസ് C1 is equal to 60 picofarad. അതിന്റെ വോൾട്ടേജ് V1 is equal to 20 volt. It is then disconnected from the supply and is connected to another uncharged 60 picofarad. That is, C2 is equal to 60 pico. Avante voltage V2 is equal to 0. The electrostatic energy that is lost in the process by the time
energy loss on question, that is delta U is equal to half C1 C2 divided by C1 plus C2 into V1 minus V2 the whole square, that is equal to half into 50 pico into 60 pico divided by 110 pico. 110 pico into voltage source 20, that is equal to 20 minus 0 the whole square, that is equal to half into 30 double 0 pico. One pico cancel pico and random pico. Pico divided by 110 into 400. And the answer noka one 0 0 cancel therefore answer is equal to 3000 into 40 into 10 raised to minus 12 divided by 2 into 11. Final answer nano joule. Nano. This is the 3 into 40 3 into 40 divided by 2 into 11 into 10 raised to minus 9. 10 raised to minus 9 is joule. This is nano joule. Therefore, 120 divided by 22. That is 120 divided by 22 nano joule. And nearly 5.6 in order to 5.78 nearest integer 6. Okay. That is answer. Other question number 24. Find the total capacitance and the total charge on the capacitor. Simple. This is 3. 3 and 3 about 1.5. That is answer is equal to 2 1 parallel 3. 3 and 3 1.5. Therefore, this is equivalent to 6 and 1.5 nanofarad. This is 6 volt. 1.5 nanofarad. In charge Q is equal to CV. Therefore, charge Q is equal to 6 into 1.5 nanofarad. That is, it is equal to 9 nano coulomb. Farad coulomb. Therefore, answer is this. A figure under simple question. Question number 25th. 25th question. The charge on the capacitor plate in a circuit as a function of time as shown in the figure. What is the value of current at a time t is equal to 4? T4 charge remains a constant. Charge 3 constant current therefore current is equal to 0. Current rate of change of charge, rate of flow of charge, time in change. Here charge remains a constant. 3 remains a constant. That is the answer. Question number 26. In the given circuit, the charge on 4 microfarad capacitor will be even the charge. Question. This is the condition. So, this is 10 volt even. അവനെ വിടൂ നമ്മളുടെ മുകളിലത്തെ ഈ സർക്യൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശ്രദ്ധിക്കുക ഇങ്ങനെ കിട്ടും ആ മുകളിലത്തെ സർക്യൂട്ട് മാത്രമായിട്ട് ഞാൻ എടുത്തു അപ്പോൾ ഈ 10 വോൾട്ട് ഇവിടെ 6 മൈക്രോ ഇവന്റേതാണെങ്കിൽ 4 മൈക്രോ ആ ഈ 10 വോൾട്ട് രണ്ടു പേർക്കും കൂടെ ഡിവൈഡ് ചെയ്തു കൊടുക്കും അപ്പോൾ ഇവന് കിട്ടുന്ന വോൾട്ടേജ് നിങ്ങൾ കണ്ടുപിടിക്കൂ വോൾട്ടേജ് V1 is equal to applied voltage into matte capacity 6 micro divided by total capacity 4 micro plus 6 micro. General equation padichille paniyane. That is 10 into 6 micro divided by 10 micro. Micro 10. That is equal to 6 volt. Appo ivane kittuna voltage 6 volt aanu. Appo ivane kittuna voltage ethrayanu 4 volt. 10 il 6 poyal 4. Adinte artham ivanu 4 volt kittum. Even 4 volt kittum, even 6 volt kittum. Apol even the charge എത്രയാണ് 24 micro. അപ്പോൾ ഇവന് കിട്ടുന്ന ചാർജ് Q is equal to 6 into 4 micro. That is equal to 24 micro. ഇനി നിങ്ങൾ നോക്കുക ഇവന് കിട്ടുന്ന ചാർജ് എത്ര 1 micro into 4. That is 4 micro. ഇവന് കിട്ടുന്ന ചാർജ് എത്രയാ 4 into 5. That is 20 micro. ഇവന് 20, ഇവന് 4, രണ്ടു കൂടെ 24, ഇവന് 24. ഇനി ഇവന് കിട്ടുന്ന ചാർജ് എത്രയാ ഈ 10 വോൾട്ട് കംപ്ലീറ്റ് ഇവന് കിട്ടും അപ്പൊ ഇവന്റെ ചാർജ് എത്രയാണ് 30 മൈക്രോ ടോട്ടൽ ചാർജ് എത്രയാണ് ഇതിലെ വരുന്ന 24 ഇങ്ങോട്ടേക്ക് പോവും ഇങ്ങോട്ടേക്ക് 30 മൈക്രോ വരും
അപ്പോൾ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ചാർജ് എത്രയാണ്? 54 മൈക്രോ. ഇതിന്റെ എഫക്റ്റീവ് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കൂ. 5.4 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും എഫക്റ്റീവ്. ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. മെത്തേഡ് മനസ്സിലാക്കുക. അവിടെ തൊട്ട് ഇങ്ങോട്ട് വരാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രാന്തായി പോകും. അവിടെ ചെയ്തതിന് ശേഷം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ പിടികിട്ടും. കാരണം ഇവന് 6 വോൾട്ട് ആണെങ്കിൽ ഇവന് 6 വോൾട്ട്, ഇവന് 4 വോൾട്ട് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും 4 വോൾട്ട് വീതം. അപ്പൊ ഇവന്റെ ചാർജ് കിട്ടും, ഇവന്റെ ചാർജ് കിട്ടും, ഇനി ഇവന് കിട്ടുന്ന വോൾട്ടേജ് 10, അവന്റെ ചാർജ് കിട്ടും. ഈ ചാർജും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ചാർജ് കിട്ടും. ഇതാണ് അതിന്റെ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. The parallel combination of two air-filled parallel plate capacitors of capacitor C and NC is connected to a battery of parallel combination. രണ്ട് കപ്പാസിറ്റേഴ്സിനെ എടുത്തു. ഒരാളുടെ കപ്പാസിറ്റി C ആണ്, അടുത്തയാളുടെ കപ്പാസിറ്റി NC ആണ്. നമ്മുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് പകരം N എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്തു. അവന്റെ വോൾട്ടേജ് V ആയതുകൊണ്ട് ഇവന് കിട്ടുന്ന വോൾട്ടേജും V. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? When capacitors are fully charged, the battery is removed. ബാറ്ററിയെ റിമൂവ് ചെയ്തു. ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ സിയും വിയും, താഴത്തെ കേസിൽ NCയും വിയും. ശ്രദ്ധിച്ചോണേ, NCയും വിയും. C1 V1 C2 V2. ഇനി എന്താ ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത് എന്താണ്? The battery is removed and after that the dielectric material, dielectric constant K is placed between the two plates of the first capacitor C. ഇവനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവന്റെ ഇടയിലേക്ക് ഒരു ഡൈഇലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവന്റെ കപ്പാസിറ്റി ഹേസിയായി, ഇവന്റെ കപ്പാസിറ്റി NC തന്നെയാണ്, മാറ്റമില്ല. ഇവരുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് V' ആയിട്ട് മാറി. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V' ഈസ് ഈക്വൽ ടു പറയുന്ന രീതിയിൽ പഠിച്ചോണം. C1 V1 that is CV plus C2 V2 NCV divided by total capacity. ഇനി ഇത് എടുക്കണം. that is equal to KC plus NC. that is it is equal to C കൾ എല്ലാം കൂടി ഇതാ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ that is equal to V into 1 plus N divided by K into K plus N. ഫൈനൽ ആൻസർ ഇതാണോ എന്ന് നോക്കുക. N plus 1 into V by K plus N. This is the final answer. ബാറ്ററിയെ റിമൂവ് ചെയ്തു, അപ്പോഴുള്ളതാണ് C1ഉം V1ഉം C2ഉം V2. അത് കഴിഞ്ഞ് ഇവന്റെ ഇടയിലേക്ക് ഡൈഇലക്ട്രിക്കിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഡൈഇലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവന്റെ കപ്പാസിറ്റി K ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ പുതിയ കപ്പാസിറ്റി C1ഉം C2 ഇതാണ്. C1 V1 plus C2 V2 divided by C1 plus C2. C1 plus C2 ഇതാണ്. മനസ്സിലായല്ലോ? Therefore answer is equal to N plus 1 into V divided by K plus N. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. എന്താ 28th ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുക? എ കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് 5 microfarad is charged to 5 microcoulomb. If the plates are pulled apart to reduce the capacitance to 2 microfarad, how much work is done? Work done is always equal to change in potential energy. അത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം. ആദ്യമേ ഇവന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 മൈക്രോഫാരഡ് ആണ്. 5 മൈക്രോഫാരഡ് കപ്പാസിറ്റി. ഇവന് കൊടുത്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 5 മൈക്രോ കൂളംബാണ്. ഈ പ്ലേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ചാർജിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ചാർജ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. പക്ഷെ കപ്പാസിറ്റി എത്രയായിട്ട് മാറി? ദാറ്റ് ഈസ് Q ഈസ് അഗൈൻ 5 മൈക്രോ കൂളം, ബട്ട് കപ്പാസിറ്റി C2 C1 C2 ഈസ് ഈക്വൽ ടു 2 മൈക്രോ ഫാരഡ് ആയിട്ട് ചേഞ്ച് ചെയ്തു. വർക്ക് ഡൺ എന്ന് ചോദിക്കുമ്പോൾ ചാർജ് സെയിം ആയതുകൊണ്ട് എനർജിക്കുള്ള ഇക്വേഷൻ ഏത് ഉപയോഗിക്കുക? എനർജി U ഈസ് ഈക്വൽ ടു half Q square divided by C. That is U1 is equal to half Q square divided by C1 and U2 is equal to half Q square divided by C2. Therefore, work done is equal to change in potential energy, that is equal to U final minus U initial. Half Q square constant ആയതുകൊണ്ട് half Q square into 1 by C2 minus 1 by C1. Substitute ചെയ്താൽ മാത്രം മതി. That is half into 25 into 10 raised to minus 12 into 1 by C into C and C2 എത്രയാണ്? C2 is 2 micro. That is 2 micro minus 1 by 5 micro.
മൈക്രോയെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ that is 25 divided by 2 into 10 raised to minus 12 divided by 10 raised to minus 6 into 1 by 2 minus 1 by 5. അതിന്റെ LCM എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ? that is work done W is equal to 25 divided by 2 into 10 raised to minus 6 into LCM എടുക്കുമ്പോൾ 10 upon 3 by 10. That is it is equal to 75 divided by 2 into 10 raised to minus 6. That is equal to 3.75 20 ആണ്. 75 divided by 20 into 10 raised to minus, that is 3.75 into 10 raised to minus 6 joules. This is the answer. Therefore, answer is equal to 3.75. ഇവിടെ ഓർക്കുക 7.5 divided by 2. 7.5 divided by 2 എന്ന് പറയുന്നത് 3.75 micro joules. That is the answer. This is the final answer. Therefore, answer is B. അടുത്തത് question number 29. In the 29th question പറയാം. A parallel plate capacitor has 1 microfarad capacitance. One of its two plates are given 2 microcoulomb charge and the other plate is 4 microcoulomb charge. The potential difference developed across the capacitors. നോർമൽ കോഴ്സിൽ നമ്മളൊരു കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ ചാർജ് ജനറലി Q എന്ന് പറയും. അതിന്റെ അർത്ഥം ഇവിടെ മൈനസ് ക്യൂ ചാർജും ഇവിടെ പ്ലസ് ക്യൂ ചാർജ്, അല്ലെങ്കിൽ ഇവിടെ മൈനസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഒരു പ്ലേറ്റിനകത്തുള്ള രണ്ട് പ്ലേറ്റിനും കൂടി നെറ്റ് ചാർജ് 0 ആയിരിക്കും. പക്ഷെ നമ്മളെ ഇവന്റെ ചാർജ് ക്യൂ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ 5 മൈക്രോ കൂളംബ് ചാർജ്, അതിന്റെ അർത്ഥം ഒരു പ്ലേറ്റിൽ പ്ലസ് 5 മൈക്രോ കൂളംബ് ചാർജ് ആണെങ്കിൽ മറ്റേനകത്ത് മൈനസ് 5 മൈക്രോ കൂളംബ് ചാർജുമായിരിക്കും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. പക്ഷേ ഇതാണ് നോർമലി രണ്ട് പ്ലേറ്റ്, ഒരു കപ്പാസിറ്ററിനെ എടുത്തൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് പ്ലേറ്റിനും കിട്ടുന്ന ചാർജ് എപ്പോഴും സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബാറ്ററി എടുത്ത് ചാർജ് ചെയ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തതിന് ശേഷം ഇവിടെ +4 മൈക്രോ കൂളംബും ഇവിടെ +2 മൈക്രോ കൂളംബും ചാർജ് കൊടുത്തു. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കായിരിക്കും E1, ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും E2. ഇത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. Therefore, net electric field intensity E is equal to E1 minus E2. That is equal to sigma 1 divided by 2 epsilon 0 minus sigma 2 divided by 2 epsilon 0. This is the answer. അപ്പോൾ sigma 1 എന്താണ്? That is equal to Q1 divided by 2a epsilon 0 minus Q2 divided by 2a epsilon 0. That is, it is equal to 1 by 2a epsilon 0 into Q1 minus Q2. This is the electric field intensity. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ D ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? That is, ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് D ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് is equal to എന്തായിരിക്കണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E into D. പൊട്ടൻഷ്യൽ ഡിഫറൻസ് is equal to V is equal to E into D. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് അക്രോസ് എ കപ്പാസിറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു D divided by 2a epsilon 0 into Q1 minus Q2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിയുടെ വാല്യൂ എത്രയാണ് നമുക്ക്? പ്ലേറ്റ് സെപ്പറേഷൻ തന്നിട്ടുണ്ടോ? പ്ലേറ്റ് സെപ്പറേഷൻ തന്നിട്ടില്ല. കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എപ്സിലോൺ 0 a by d എന്ന് പറയുന്നതാണ് കപ്പാസിറ്റി. അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാവുന്നത് ഈ ഡി അങ്ങ് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരികയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു Q1 minus Q2 divided by 2a epsilon 0 divided by d which is equal to C. That is equal to Q1 minus Q2 divided by 2C. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 മൈക്രോ കൂളംബ് 4 മൈക്രോ minus 2 മൈക്രോ divided by 2C. 2 into C യുടെ വാല്യൂ എത്രയാണ്? 1 മൈക്രോ ഫാരഡ്. That is, it is equal to 2 micro divided by 2 into 1 micro. That is equal to 1 volt. This is the answer. Potential difference between the two plates is equal to 1 volt. Therefore, answer is B. Okay. അടുത്തത് question number 30. 30ാമത്തെ question നോക്കുക. എന്താ 30th question പറയുന്നത്? വായിച്ചു നോക്കുക. Voltage rating of a parallel plate capacitor V is equal to 500 volt. ഒരു കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് 500 ആണ്. Its dielectric can withstand a maximum. അപ്പം അയാൾക്ക് ഡൈഇലക്ട്രിക്കിന് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 10⁻⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. പ്ലേറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ആണ്.
അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്? എന്തിനു വേണ്ടിയിട്ടുള്ള? ഫോർ എ കപ്പാസിറ്റി ഓഫ് എത്രയാണ്? 15 പൈക്കോഫാരഡ്. അപ്പൊ നമ്മളൊരു ഡൈഇലക്ട്രിക്കിനെ ഇൻട്രോഡ്യൂസ് ചെയ്തൊരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റി C is equal to epsilon 0 AK divided by D. Therefore, K is equal to എന്തായാണ്? K is equal to CD divided by epsilon 0 A. C യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 15 പൈക്കോ. ദാറ്റ് ഈസ് 15 into 10⁻⁻12 into D. വാട്ട് ഈസ് സെപ്പറേഷൻ? തന്നിട്ടില്ല. ഡി എന്ന് പറയുന്ന സെപ്പറേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാനാണ് ഇതിന്റെ റേറ്റിംഗും ഇലക്ട്രിക് ഫീൽഡിന്റെ റേറ്റിംഗും വോൾട്ടേജും തന്നിരിക്കുക. V is equal to E into D or D is equal to V by E. Therefore, this equation is equal to C by epsilon 0 A into V divided by E. In a substitute here, that is 15 into 10⁻⁻12 into what is the value of V? V is equal to 500 divided by 8.85 into 10⁻⁻12 into area എത്രയാണ് പറഞ്ഞിരിക്കുക? 10⁻⁴ into ഈയുടെ വാല്യൂ എത്രയാണ്? 10⁻6. ആർക്കാ? 10⁻⁴ 10⁻12ഉം 10⁻12ഉം കൂടെ ക്യാൻസൽ ആയി. -4 ഇതുമ്പോൾ 10⁻2 അതിന്റെ ഇതിന്റെ രണ്ട് സീറോയും ഇതും കൂടെ ക്യാൻസൽ ആയി. Therefore, answer is equal to 15 into 5 divided by 8.85. That is equal to 75 divided by 8.85. 75 divided by 8.85 എന്ന് പറയുന്നത് നിയർലി 10ന് താഴെ 80 ആയിരുന്നു. ഏകദേശം ഒരു 8 സംതിങ് വരണം. 8.89 എന്ന് കൂട്ടുക. അപ്രോക്സിമേറ്റ് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. ഹിയർ ആൻസർ ഈസ് ഈക്വൽ ടു 8.5 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. 75 ഡിവൈഡഡ് ബൈ 8.85 ഈസ് ഈക്വൽ ടു 8.5 ആയിരിക്കണം. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. 31st ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് ഏരിയ 1 meter square. ദാറ്റ് ഈസ് പ്ലേറ്റ് ഏരിയ A ഈസ് ഈക്വൽ ടു 1 meter square. അടുത്ത സെപ്പറേഷൻ ഓഫ് 0.1 meter. ദാറ്റ് ഈസ് D ഈസ് ഈക്വൽ ടു 0.1 meter. Electric field between the plates, that is electric field intensity E is equal to 100. ഞാൻ യൂണിറ്റ് എഴുതാത്തത് എല്ലാം SI ആയതുകൊണ്ട് എഴുതുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ആണ് ക്വസ്റ്റ്യൻ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു Q divided by A epsilon 0. Therefore, Q is equal to epsilon 0 A into E. Substitute ചെയ്യുക. 8.85 into 8.85 into 10⁻⁻12 into area. Area is equal to 1 into distance, E is equal to 100. Therefore, answer is equal to 8.85 into 10⁻⁻10. This is the answer, very simple. 8.85 into 10⁻⁻10 coulomb. That is the charge. Clear ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 32. 32nd question. സംഭവം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഇൻ ദ ഫിഗർ ഷോൺ ആഫ്റ്റർ സ്വിച്ചസ് ഈസ് ടേൺഡ് ടു ദ പൊസിഷൻ A to position B, the energy dissipated in the circuit in terms of capacitance C and total charge Q. Qന്റെ ടേമിലുള്ള ടോട്ടൽ. അപ്പോൾ നമ്മൾ ആദ്യമേ ആലോചിക്കേണ്ടത്, ആദ്യമേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന് വോൾട്ടേജ് ഇല്ല, വോൾട്ടേജ് 0. ഇവന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് E ആണ്. അപ്പോൾ C1 V1 C2 V2. അപ്പൊ നമുക്ക് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. അത് കഴിഞ്ഞ് ബാറ്ററിയെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ റിമൂവ്, അതായത് ഇതിനെടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സ്വിച്ച് അപ്പുറത്തേക്ക് പോയാൽ ബാറ്ററിയെ റിമൂവ് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം. ബാറ്ററി റിമൂവ് ചെയ്തെന്ന് മാത്രമല്ല ഇവർ രണ്ടുപേരും പാരലായിട്ട് കണക്ഷൻ ആകും. അപ്പോൾ നമ്മൾ ബാറ്ററി ഈ സ്വിച്ചിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ക്ലോസ് ചെയ്യുന്നില്ല, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കുക. ഇവന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് C ആണ്, ഇവന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് E ആണ്. രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന ഇവന്റെ കപ്പാസിറ്റി 3C ആണ്, അവന് വോൾട്ടേജ് 0യുമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ആലോചിക്കുക, ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ തന്നിരിക്കുന്ന കംപ്ലീറ്റ് ചാർജിന്റെ ടേമിലാണ്. അതുകൊണ്ട് ഇവിടെ ഓർക്കുക, ഇവന്റെ ചാർജ് Q is equal to CE. അതൊന്ന് ഓർത്തിട്ടേക്കുക. ദിസ് Q is equal to CE. ഇനി ഇവർ രണ്ടുപേരെയും കൂടെ നമ്മൾ എടുത്ത് നേരെ പാരലായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ഇവിടെ, ഇവന് ചാർജ് ഇല്ല, ഇവിടെ നിന്ന് ചാർജ് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് അവസാനം രണ്ടുപേരുടെയും വോൾട്ടേജ് സെയിം ആയിട്ട് മാറും. ചാർജ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ചോദിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ഇവിടെ? വാട്ട് ഈസ് ആ എനർജി ഡിസിപ്പേറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എനർജി ഡിസിപ്പേറ്റഡ് ഡെൽറ്റ U is equal to half
C1 C2 divided by C1 plus C2 into V1 minus V2 the whole square. Substitute ചെയ്യുമ്പോൾ half into C1 എത്രയാണ് C1 C, C2 എത്രയാണ് 3C, that is C into 3C divided by C plus 3C into V1, V എന്ന് പറയുന്നത് E ആണ്, E minus 0 the whole square. ഇവിടെ this is equal to half into 3C square divided by 4C into E square. ഒരു C cancel ആയിപ്പോയി. Therefore answer is equal to 3/8 C E square. ഇതാണ് കറക്റ്റ് ആൻസർ, ഇതാണ് ഡെൽറ്റ യു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് എന്തില്ല, ഇ എന്ന് പറയുന്ന സാധനമില്ല, പകരം ചാർജിന്റെ ടേമിലാണ് എഴുതേണ്ടത്. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ദിസ് ഈസ് ഈക്വൽ ടു 3/8 ഒരു സി കൊണ്ട് ഞാൻ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ സി സ്ക്വയർ ഇ സ്ക്വയർ ആയി. സി എന്ന് പറയുന്നത് ക്യൂ ആണ്. Therefore c square e square is equal to q square, that is 3/8 q square divided by c. This is the answer. This is the final answer. 3/8 q square divided by c. അവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ് കിട്ടുക. സി വി സ്ക്വയറിന്റെ ടേമിലാണ് കിട്ടുക. അതിനകത്ത് ഇ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വേറെ ഒന്നുമില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റനകത്തേക്ക് നമുക്ക് ക്വസ്റ്റൻ നമ്പർ 33. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫിഗർ ഷോൺ ബിലോ ദ ചാർജ് ഓൺ ദ ലെഫ്റ്റ് പ്ലേറ്റ് ഓഫ് 10 microfarad capacitor is minus 30 microcoulomb. The charge on the right plate of 6 microcoulomb. അപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഈ 10 മൈക്രോകൂളമ്പിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ചാർജ് -30 മൈക്രോ ആണെങ്കിൽ ഓർക്കുക, റൈറ്റ് സൈഡിൽ +30 മൈക്രോകൂളമ്പ്. ഇവന്റെ ടോട്ടൽ ചാർജ് 30 മൈക്രോകൂളമ്പ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതിൻ്റെ അടുത്ത് ഇപ്പുറത്തും പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഓർക്കുക, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലെഫ്റ്റ് സൈഡുകളിലെല്ലാം നെഗറ്റീവ് ചാർജും റൈറ്റ് സൈഡിലെല്ലാം പോസിറ്റീവ് ചാർജുകളുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് 6 മൈക്രോകൂളമ്പിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ചാർജ് എന്ന് പറയുമ്പോൾ ഏത് ചാർജേ വരത്തുള്ളൂ? പോസിറ്റീവ് ചാർജേ വരാൻ ചാൻസ് ഉള്ളു. അതായത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അത് രണ്ടും എന്തായാലും വരില്ല. നെഗറ്റീവ് ചാർജ് വരില്ല. ലെഫ്റ്റ് പ്ലേറ്റ് എന്ന് ചോദിച്ചിരുന്നത് ഇനിയാണ് നമ്മൾ നോക്കേണ്ടുന്ന കൺസെപ്റ്റ്. ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇവന് കിട്ടുന്ന ചാർജ് 30 മൈക്രോകൂളമ്പ് ആണെങ്കിൽ ആ ചാർജ് ഇവന് കിട്ടുന്ന ചാർജും 30 മൈക്രോകൂളമ്പ്, ബിക്കോസ് ദേ ആർ ഇൻ സീരീസ്. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടുന്ന 30 മൈക്രോ ആണ്. 30 ബിക്കോസ് ദേ ആർ സീരീസ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഈ ചാർജ് ഇവന് ഡിവൈഡ് ചെയ്ത് ഇവന് കിട്ടുന്ന ചാർജ് എത്ര? ഡിവിഷൻ ഓഫ് ചാർജ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഡിവിഷൻ ഓഫ് ചാർജ് എന്താണ്? Q1 is equal to the main charge 30 മൈക്രോകൂളമ്പ് ഇൻറ്റു ഇവന്റെ സ്വന്തം കപ്പാസിറ്റി, that is 6 മൈക്രോ divided by total charge, that is 6 micro plus 4 micro. That is, it is equal to 30 micro into 6 micro divided by 10 micro. മൈക്രോയും സീറോയും കൂടെ ക്യാൻസൽ. Therefore 18 മൈക്രോ കൂളമ്പ് ചാർജ് ആണ് ഇവന് കിട്ടുക. ഇവന് കിട്ടുന്ന ചാർജ് 18 മൈക്രോ ആണ്. ആ 18 മൈക്രോ റൈറ്റ് സൈഡിലെ പ്ലേറ്റിൽ എത്രയായിരിക്കണം? +18 മൈക്രോ കൂളമ്പ്. ദാറ്റ് ഈസ് ആൻസർ. ഇനി നമ്മൾ ആലോചിക്കുക, 30കകത്ത് ഇവന് 18 മൈക്രോ കൂളമ്പ് ചാർജ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 12. അത് ഇവന് കിട്ടുന്ന 12 മൈക്രോ കൂളമ്പുമാണ്. 12 8 ഉണ്ടെങ്കിൽ 30, ഇവന് കിട്ടുന്നത് 30. ഇപ്പൊ സീരീസ് 30 30 30. ദിസ് ഈസ് ആൻസർ. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ ഇവന്റെ ലെഫ്റ്റ് റൈറ്റിലെ പ്ലേറ്റ് ഇരിക്കുന്ന എത്രയാണ്? +12 മൈക്രോകൂളമ്പ്. ലെഫ്റ്റ് -12 മൈക്രോകൂളമ്പ്. ഇവിടെ -18 മൈക്രോകൂളമ്പ്, +18 മൈക്രോകൂളമ്പ്, -30 +30 -30 +30. ഇത് ഇത്രയും പഠിച്ചു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34th ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റി എത്ര? ഈ ഇരിക്കുന്ന 3 ഡൈഇലക്ട്രിക്കുകൾ ഇരിക്കുകയാണ്. ആ ഡൈഇലക്ട്രിക്കിന്റെ 3ന്റെയും കൂടെ എഫക്റ്റീവ് കപ്പാസിറ്റി അല്ലെ എഫക്റ്റീവ് ഡൈഇലക്ട്രിക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് പ്ലേറ്റ് ഏരിയ 6 meter centimeter square and plate separation 3 millimeter. The gap is filled with 3 dielectric materials of equal thickness
See the figure with the dielectric constant K1 10, K2 12 and K3 14. The dielectric constant of the material which is fully inserted in the above capacitor gives the same capacitance would be. This is the effective dielectric constant. Question. Okay, I will tell you. This is ഇവിടെ മൂന്നായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 3 ഈക്വൽ പാർട്ടുകളായിട്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഡിസ്റ്റൻസ് d തന്നെയാണ്. പക്ഷേ ഏരിയ അപ്പോൾ ഇവിടെയാണ് 2 പോയിന്റുകൾ A ആൻഡ് B. ഇവന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K1, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K2, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K3, 14, 12 ആൻഡ് 10. 3 ഡൈഇലക്ട്രിക്കുകൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ഡൈഇലക്ട്രിക്കിന് വെക്കുന്നതിന് മുമ്പുള്ള ഇവന്റെ എഫക്റ്റീവ് കപ്പാസിറ്റി എത്രയായിരുന്നു? ഡൈഇലക്ട്രിക്കിന് വെക്കുന്നതിന് മുമ്പ് ഇനിഷ്യൽ കപ്പാസിറ്റി C is equal to epsilon 0 A divided by D ആണ്. ഇപ്പോൾ നമ്മൾ ഈ 3 ഡൈഇലക്ട്രിക് വെച്ചപ്പോഴുള്ള പുതിയ കപ്പാസിറ്റി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തന്റെ C1 എന്ന് പറയുന്നത് epsilon 0 A/3 1/3 ഏരിയ മാത്രമേ ഇവനുള്ളൂ. ഡിസ്റ്റൻസിന് മാറ്റമില്ല, D തന്നെയാണ്. ഡിസ്റ്റൻസ് D ആണ്. അവന്റെ K1 divided by D. That is, it is equal to epsilon 0 A K1 എന്ന് പറയുന്നത് 10 divided by 3D. Or it is equal to ഞാൻ മാറ്റി എഴുതുന്നു epsilon 0 A divided by D into 10 divided by 3. 3 കൂടെ വേണോ? 3 കൂടെ വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിരുന്നാൽ മതി. 3 എല്ലാവർക്കും 3 കോമൺ ആയതുകൊണ്ട് നമ്മൾ അത് എഴുതിയിരുന്നാൽ മതി. 3D. അപ്പോൾ രണ്ടാമത്തവന്റെ കപ്പാസിറ്റി C2 എന്തായിരിക്കും വരിക? epsilon 0 A/3D into K2. That is, it is equal to epsilon 0 A divided by 3D into 12. അടുത്ത മൂന്നാമത്തെ കപ്പാസിറ്റി C3 എന്തായിരിക്കും? epsilon 0 A divided by 3D into 14. ഇവർ 3 പേരും കൂടെ പാരലൽ ആയിട്ട് വരുന്നതുകൊണ്ട് ഇവരുടെ C എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദാറ്റ് ഈസ് C1 plus C2 plus C3. 3 പേർക്കും epsilon 0 A divided by 3D കോമൺ ആയതുകൊണ്ട് into 10 plus 12 plus 14. That is, it is equal to 36. That is equal to epsilon 0 A divided by D into 36 divided by 3. That is equal to epsilon 0 A divided by D into 12. This is C effective. ഇവിടെ 12 ആണ് ആൻസർ എന്നാലും പറയാം. അവരെ 3 പേരെയും മാറ്റി ഓരോ ഇക്വലന്റ് എഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചാൽ ഇവന്റെ കപ്പാസിറ്റി എത്രയാണ്? C effective is equal to epsilon 0 A by D into K effective. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ K effectiveന്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ് കിടക്കുക? 12. Therefore, answer is equal to 12. അവരുടെ 3 പേരുടെയും effective dielectric constant for this capacitor is equal to 12 because effective capacity is equal to എത്ര കിട്ടിയിരിക്കുന്നു? 12 epsilon 0 A by D. Initial capacity epsilon 0 A by D and കൊടുത്തിട്ട് 12 ആണ്. Therefore, ഡയലക്ട്രിക്സിനെ വയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റി 12 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇതും അതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ എന്താണ്? ഏരിയ A/4 ഡിസ്റ്റൻസ് D ഡിവൈഡഡ് ഏരിയ A/2 പകുതി ഏരിയ A/2 ഡിസ്റ്റൻസ് D/2 ആയി. മൊത്തം ഏരിയയുടെ പകുതി ഡിസ്റ്റൻസിന്റെയും പകുതി. ഇവിടെയും ചോദിച്ചിരിക്കുന്ന എഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമേ നമുക്ക് ചെയ്യാവുന്നത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി കണ്ടുപിടിക്കുക. കപ്പാസിറ്റി ഇനിഷ്യൽ കപ്പാസിറ്റി C is equal to epsilon 0 A by D. ഒരു ഡൈഇലക്ട്രിക്കും ഇല്ലാത്തപ്പോഴുള്ള കപ്പാസിറ്റി epsilon 0 A by D ആണ്. C1 എത്രയായിരിക്കും? ഒരെണ്ണം മാത്രം കണ്ടുപിടിക്കും. C1 is equal to epsilon 0 A by 2 K1 divided by D by 2. ഏരിയയും പകുതിയാണ്, ഡിസ്റ്റൻസും പകുതിയാണ്. 2 ക്യാൻസൽ ആയിപ്പോയി. Therefore, it is equal to epsilon 0 A K1 divided by D. അപ്പോൾ C2 ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. epsilon 0 A K2 divided by D.
C3 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എപ്സിലോൺ 0 A K3 ഡിവൈഡഡ് ബൈ D. C4 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എപ്സിലോൺ 0 A K4 ഡിവൈഡഡ് ബൈ D. എല്ലാം ഐഡന്റിക്കൽ ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, these two capacitors C1 and C2 are in series. അപ്പോൾ ഇവരുടെ C effective എത്രയായിരിക്കണം? C dash is equal to C1 C2 divided by C1 plus C2. അറിയാമല്ലോ, when two capacitors are connected in series, then C effective is equal to C1 C2 divided by C1 plus C2. അപ്പോൾ അതുപോലെ ഇവർ രണ്ടുപേരും കൂടി എന്തായിരിക്കണം? They are also in series. അവരുടെ എഫക്റ്റീവ് എന്തായിരിക്കണം? C2. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഫക്റ്റീവ് C3 C4 divided by C3 plus C4. ഇത് രണ്ടും കൂടെ പാരലാണ്, മുകളിലും താഴെയും കൂടി പാരലായതുകൊണ്ട് C effective is equal to C1 plus C2. That is equal to C1 C2 divided by C1 plus C2 plus C3 C4 divided by C3 plus C4. എല്ലാത്തിനകത്ത് എപ്സിലോൺ 0 A by D കോമൺ ആയതുകൊണ്ട് നമ്മൾ എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D യെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ബാക്കിയുള്ള K1നെയും K2നെയും ഈ ഫോമിൽ എഴുതുക. ദാറ്റ് മീൻസ് K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 പ്ലസ് K3 K4 divided by K3 plus K4. This is the final answer. ഇതിനകത്ത് ഇനിഷ്യൽ കപ്പാസിറ്റി എപ്സിലോൺ 0 എപ്സിലോൺ A by D ആണ്. ഡൈഇലക്ട്രിക് ഇല്ലാത്തപ്പോൾ, ഡൈഇലക്ട്രിക് വന്നപ്പോൾ അത് ഇൻഡു ചെയ്ത്, അപ്പൊ ഇതാണ് എഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. Therefore effective dielectric constant is equal to K1 K2 plus K1 K2 divided by K1 plus K2 plus K3 K4 divided by K3 plus K4. The answer, that is final answer is this. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി തള്ളുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. സമയമെടുക്കുമെന്ന് മാത്രം. ആ സമയമൊന്നും നമ്മൾ ആലോചിച്ച് ചെയ്താൽ പെട്ടെന്ന് ചെയ്യും. ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും എഴുതിക്കൊണ്ടിരിക്കത്തില്ല. ആദ്യമേ തന്നെ ഇവിടെ ഇത് എഴുതും. അത് പെട്ടെന്ന് നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കുന്നു, പിന്നെ ബാക്കി ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ബൈ പ്രാക്ടീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 36, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടത്, ഈ രണ്ട് കപ്പാസിറ്റേഴ്സും പാരലാണ്. അപ്പോൾ ഞാൻ അതിന്റെ കപ്പാസിറ്റേഴ്സിന് ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് 10. ശ്രദ്ധിച്ചോടെ, ഞാൻ ആ വരയ്ക്കുന്നത് നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി. 10 മൈക്രോ, 5 + 5 10. ഇത് 6 മൈക്രോ. ഇവിടെ ഒരു കപ്പാസിറ്റർ 2 മൈക്രോ. പിന്നെ ഉള്ളത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു കപ്പാസിറ്റർ, ദാറ്റ് ഈസ് 2 മൈക്രോ. ഇവിടെ ഒരു കപ്പാസിറ്റർ 4 മൈക്രോ. ഇതാണ് ബി. ഓർക്കുക, എന്നിട്ട് ഈ കണക്ഷൻ, ഈ വരുന്ന കണക്ഷൻ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോണത് ഈ കണക്ഷനെ അഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വയ്ക്കുന്നു. അതിന്റെ അർത്ഥം ഇവർ രണ്ടുപേരും പാരലാണ്. 10ഉം 2ഉം കൂടെ പാരലാകുമ്പോൾ അവരുടെ എഫക്റ്റീവ് എത്രയായിട്ട് മാറും? 12 മൈക്രോ ആയിട്ട് മാറും. ഇവർ രണ്ടുപേരും കൂടി പാരലാണ്. 2ഉം 4ഉം കൂടെ, ദാറ്റ് ഈസ് 6 മൈക്രോ ആയി. ഇതില്ല. ഇനി നോക്കുക, ഇവർ മൂന്നുപേരും കൂടെ എങ്ങനെയാണ്? സീരീസ്. Therefore 1/C effective is equal to 1/6 micro plus 1/12 micro plus 1/6 micro. 12 മൈക്രോയെ നമ്മൾ LCM ആയിട്ട് എടുത്താൽ 2 plus 1 plus 2, that is equal to 5 divided by 12 micro, that is 1/C effective. Therefore C effective is 12 micro divided by 5, that is equal to 2.4 microfarad. This is the answer. But answer 2.4 microfarad. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ നമ്മുടെ 34 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഏകദേശം നമ്മുടെ കോൺസെപ്റ്റുകളെല്ലാം, ഒരുവിധപ്പെട്ട കോൺസെപ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, വീണ്ടും എന്തെങ്കിലും സംശയം വരികയാണ് റിവൈസ് ചെയ്യുക, വീണ്ടും ചെയ്തു പഠിക്കുക. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചെയ്തു പഠിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം, നല്ല റാങ്ക് മേടിക്കണം. ഓക്കെ.